നമസ്കാരം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് നിർത്തിയാൽ രാജ്യത്തിന് ഗുണമുണ്ടാകുമോ? ഇസ്രയേൽ ഇറാൻ യുദ്ധഭീഷണിയുടെ നടുവിൽ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇന്ധനവും സാമ്പത്തികവും സ്വർണവും ചർച്ചയാകുന്നത്? പെട്രോൾ വില വീണ്ടും കുതിക്കുമോ? ഇന്ത്യയുടെ എണ്ണശേഖരം പര്യാപ്തമാണോ? വരും ദിവസങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറയുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഇപ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇസ്രയേൽ ഇറാൻ അമേരിക്ക സംഘർഷമാണ്. കാരണം ഇത് ആ രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ട്? ലോകത്തിലെ വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ പശ്ചിമേഷ്യയിൽ നിന്നുമാണ് വരുന്നത്. സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഹോർമുസ് കടൽപാതയിലൂടെയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ യുദ്ധമോ സംഘർഷമോ ശക്തമായാൽ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടും. ഇത് വിതരണം മന്ദഗതിയിലാക്കുകയും ഇൻഷുറൻസ് ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഒരു കാര്യം നടക്കും. അതാണ് ഇന്ധന വില വർധനവ്. ഇന്നും ലോകം ഓടുന്നത് എണ്ണയിലാണ്. വിമാനങ്ങൾ, കപ്പലുകൾ, ഫാക്ടറികൾ, ചരക്ക് ലോറികൾ, കൃഷി എന്നു വേണ്ട ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും എണ്ണവില ബാധകമാണ്. അതുകൊണ്ട് യുദ്ധമുണ്ടാകുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് ഓയിൽ മാർക്കറ്റാണ്. ഒരു ബാരൽ എണ്ണയുടെ വില കൂടിയാൽ അതിന്റെ ആഘാതം പെട്രോളിൽ മാത്രമല്ല അവസാനിക്കുന്നത്. ഭക്ഷണ വില ഉയരും, ഗതാഗത ചെലവ് കൂടും, പണപ്പെരുപ്പം ഉയരും. അതിനാലാണ് ലോകം പശ്ചിമേഷ്യയിലെ സംഘർഷം ഭയത്തോടെ നോക്കുന്നത്. ഇനി ഇന്ത്യയുടെ അവസ്ഥയെ കുറിച്ച് നോക്കാം. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 85% വരെ ഇറക്കുമതിയാണ്. അതായത് ലോക വിപണിയിൽ വില ഉയർന്നാൽ ഇന്ത്യക്കും അതിന്റെ ആഘാതം നേരിട്ട് അനുഭവിക്കേണ്ടി വരും. നിലവിൽ ഭരണാധികാരികളുടെ സാമ്പത്തിക നയതന്ത്ര മികവിൽ ഇതുവരെ പ്രതിസന്ധികൾ ഇല്ല. ഇന്ത്യക്ക് അടിയന്തര എണ്ണശേഖരവുമുണ്ട്. വിശാഖപട്ടണം, മംഗളൂരു, പാടൂർ എന്നിവിടങ്ങളിൽ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്ന പേരിൽ എണ്ണ സംഭരിച്ചിട്ടുണ്ട്. അതിനാൽ ഉടനെ പെട്രോൾ കിട്ടാതെ പോകുമെന്ന ഭീതിക്ക് സാധ്യത ഇല്ല. പക്ഷേ യുദ്ധം ദീർഘിക്കുകയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നതിൽ സംശയമില്ല. അതിന്റെ പ്രധാന കാരണമാണ് നേരത്തെ പറഞ്ഞ ഇറക്കുമതിയുടെ കണക്ക്. സാഹചര്യം ഈ വിധം തുടർന്നാൽ വില ഉയരാം. അതാണ് യഥാർത്ഥ വസ്തുത. കാരണം ഇന്ത്യയിൽ പെട്രോളിന്റെ വില വർധനവുണ്ടായാൽ എല്ലാ മേഖലയിലും അതിന്റെ ആഘാതമെത്തും. ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം വ്യക്തമാക്കാം. നരേന്ദ്രമോദി പലപ്പോഴും പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രസക്തി ഇവിടെ ഏറുകയാണ്. രാജ്യം ഇറക്കുമതിയിൽ അമിതമായി ആശ്രയിക്കരുത് എന്ന് അദ്ദേഹം പലതരത്തിലും പലവട്ടവും പറയാറുണ്ട്. അതിൽ എണ്ണയും ഉൾപ്പെടും, സ്വർണവും ഉൾപ്പെടും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാമതാണ്. നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ ഡോളർ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ്. അതായത് ഇന്ത്യയുടെ വിദേശ നാണയത്തിന് സമ്മർദ്ദം കൂടുതലാകും. അതിനാലാണ് മേക്ക് ഇൻ ഇന്ത്യ, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക, റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾ എന്നിവയ്ക്കെല്ലാം സർക്കാർ ശക്തമായ പിന്തുണ നൽകുന്നത്. കാരണം ഇറക്കുമതി കുറയുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ വർദ്ധിക്കും. ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ജനങ്ങൾ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് കുറച്ചാൽ രാജ്യത്തിന് ഗുണമുണ്ടാകുമോ? ഉണ്ടാകും. ചില മേഖലകളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. ഡോളർ ലാഭിക്കും. അതുകൊണ്ട് വിദേശ നാണയ ശേഖരത്തിന് സഹായകരമാകും. രൂപയുടെ മൂല്യത്തിന് സ്ഥിരത കൈവരുകയും ചെയ്യും. അതിലും പ്രധാനമാണ് ആ പണം ബാങ്കുകളിലേക്കോ ബിസിനസ്സുകളിലേക്കോ നിക്ഷേപങ്ങളിലേക്കോ വ്യവസായങ്ങളിലേക്കോ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അത് രാജ്യത്തിന്റെ സാമ്പത്തിക ചലനത്തെ ശക്തമാക്കും. പക്ഷേ സ്വർണം പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ല. ഇന്ത്യയിൽ സ്വർണം സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അതിനാൽ വേണ്ടത് സന്തുലിതമായ സമീപനമാണ്. അപ്പോൾ ഇസ്രയേൽ ഇറാൻ അമേരിക്ക സംഘർഷം ലോക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യത യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്ക് ഉടൻ ഇന്ധനക്ഷാമം വരാൻ സാധ്യത കുറവാണ്. പക്ഷേ വിലക്കയറ്റവും സാമ്പത്തിക സമ്മർദ്ദവും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായേക്കാം. അതിനാലാവാം സ്വർണം, ഇന്ധനം, ആഭ്യന്തര ഉൽപാദനം ഇവയെല്ലാം വീണ്ടും വീണ്ടും രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ചർച്ചകളിൽ എത്തുന്നത്. ഇത് മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ധന വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നുവെന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ്. രാജ്യത്ത് ഇന്ധനവില വർധനവ്
നടപ്പാക്കിയിട്ട് എത്ര കാലമായി എന്ന് പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നതായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.